ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സിമ്പിളായിട്ട് ഒരു 2 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഇഫ്താറിനാണെങ്കിലും വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു മൊഞ്ചൻ ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടി ഒരു ബൗളിലോട്ടേക്ക് നല്ല തണുത്ത പാൽ, നമ്മൾ ഫ്രീസറിനകത്ത് വെച്ച് കട്ടപ്പാലായിട്ടൊന്നും തയ്യാറാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ തണുത്ത പാൽ ഞാനിവിടെ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് പാലാണ്. ഫുൾ ക്രീമായിട്ടുള്ള പാൽ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ചേർത്ത് മിക്സ് ചെയ്യരുത്. ഇതിലോട്ടേക്ക് ആവശ്യത്തിന് അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മധുരം ചേർക്കാം. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലോട്ടേക്ക് എസൻസ്, ഞാനിവിടെ പിസ്ത എസൻസാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ഉപയോഗിക്കാം. ഏത് എസൻസാണ് ഉപയോഗിക്കുന്നത് അതിന് മാച്ചാവുന്ന രീതിയിലുള്ള ഐസ്ക്രീം എടുക്കാൻ വേണ്ടി നോക്കാം. ഞാനിവിടെ പിസ്തേൻ്റെ തന്നെ നട്ട്സ് മിക്സ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് പ്ലെയിൻ വാനില ഐസ്ക്രീം എടുത്തിട്ട് വാനില എസൻസ് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ ഫൈനലായിട്ട് ഇതിനകത്ത് എന്തായാലും നട്ട്സ് ചേർക്കാൻ മറക്കരുത്. നട്ട്സ് ഇതിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്ന ഒന്നാണ്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞു ബൗളിലുള്ള ഐസ്ക്രീം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് നട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി അങ്ങ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നില്ല. ജസ്റ്റ് ഒരൊറ്റ തവണ ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. അതായത് ഒന്ന് ഐസ്ക്രീം അതുമായിട്ട് ചെറുതായിട്ടൊന്ന് മിക്സായി വരുന്ന രീതിയിൽ. അപ്പോൾ മാംഗോ എസൻസോ വാനില എസൻസോ പിസ്തയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഐസ്ക്രീം ഏതാണോ എടുക്കുന്നത് അതിന് കണക്കായിട്ടുള്ള ഫ്രൂട്ട്സോ നട്ട്സൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ ഇതിലോട്ടേക്ക് നമുക്ക് വേണ്ടത് ആപ്പിളാണ് ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനൊരു ചെറിയ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് കുറച്ച് മുന്നേ ഗ്രേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു കളർ ചേഞ്ച്. ഇനി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ മിക്സിനകത്തോട്ടേക്ക്, ആപ്പിൾ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ടേക്കാണ് നമ്മളിപ്പോൾ പാലും നമ്മുടെ ഈ ഒരു ഐസ്ക്രീമൊക്കെ അടിച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഫൈനലായിട്ട് നമ്മുടെ സാധാരണ ഡ്രിങ്ക്സിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന പോലെ കസ്കസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏറ്റവും ഇതിനകത്ത് ചെയ്തപ്പോൾ ഇഷ്ടം തോന്നിയിട്ടുള്ളത് പിസ്ത തന്നെയാണ്. സ്ട്രോബെറിയുടേതും വെച്ച് ചെയ്തിട്ടുണ്ട്, മാംഗോ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഏറ്റവും ടേസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രിങ്കാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും കുട്ടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആപ്പിളൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും കേട്ടോ. അപ്പോൾ പാല് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം തണുപ്പിച്ചെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കൂടുതൽ സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.